ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കണം. പോളണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് എന്ന് എനിക്ക് പറയാനുണ്ട്. അറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പക്ഷെ അറിയാത്തവരുമായിട്ട് കുറേ ആൾക്കാരുണ്ട്. പോളണ്ട് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഫീസ് കുറവ്. ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്. വേറെ കുറേ രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറേ കോഴ്സുകൾ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴും പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിൻ്റെ സ്കോപ്പ് കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ മുന്നത്തെ കുറച്ച് വീഡിയോസിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ അതൊന്നും പറയാനല്ല ഞാൻ വന്നേക്കണേ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് കോഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യുക. കാരണം അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നിങ്ങൾ കോഴ്സ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് പോളണ്ടിലേക്ക് കയറി വരാൻ റെഡി ആയി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. എന്തായാലും ഒരു ഏജൻസിനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ VFS എന്നൊരു സംഭവം കൂടി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. കാരണം VFSൻ്റെ അവസ്ഥ വളരെ വളരെ മോശമാണ്. ആർക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല എന്ന് കുറേ പേര് മെസ്സേജ് അയച്ചു. ഈ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് പലരും അപ്പോയിൻമെൻറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് എൻ്റെ കിളി മാറിപ്പോയി. ഇപ്പം ഒരു 50 മുതൽ 80 വരെയാണ് ഓരോ ഏജൻസിക്കാർ VFS അപ്പോയിൻമെൻറ്റ് ബ്ലാക്കിന് പറയണേ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും മനസ്സിൽ വയ്ക്കുക. VFS അപ്പോയിൻമെൻറ്റിൻ്റെ കേസ് ഈ പറയുന്ന അഡ്മിഷൻ കിട്ടൽ, അതേപോലെ ഒരു ഏജൻസിനെ കണക്ട് ചെയ്യൽ, ഇത് രണ്ടും എളുപ്പമാണ് ഇപ്പോഴത്തെ കേസിൽ. പോളണ്ടിലേക്ക് കറണ്ട് സിറ്റുവേഷനിൽ അത് ഓക്കെയാണ്. പക്ഷേ VFS അപ്പോയിൻമെൻറ്റ് കിട്ടൽ ടാസ്ക്കാണ്. അതേപോലെ വിസ അടിച്ച് കിട്ടലും ടാസ്ക്കാണ്. ഭാഗ്യമുണ്ടെങ്കിലേ കിട്ടുള്ളൂ. VFS അപ്പോയിൻമെൻറ്റ് ആയാലും ശരി, ഈ പറയുന്ന വിസ ആയാലും ശരി. അപ്പോൾ നല്ല ഏജൻസിനെ ചൂസ് ചെയ്ത് നോക്കാം. പല ഏജൻസിക്കാരും നിങ്ങളെ മുട്ടാൻ വരും. എല്ലാവരും വെച്ച് കമ്പയർ ചെയ്ത് ആരാണോ ഇച്ചിരി കൂടി നല്ല രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നണേ, അതല്ലാതെ ഇതിന് ആരും പ്രൂവണായിട്ട് ആരും ഇല്ലല്ലോ. ആരാണോ നിങ്ങൾക്ക് ഭേദപ്പെട്ടായിട്ട് തോന്നണേ അവർ ചൂസ് ചെയ്ത് നിൽക്കുക. അതാണ് ഒന്നാമത്തെ കേസ്. VFS അപ്പോയിൻമെൻറ്റിൻ്റെ കേസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. പിന്നത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, നിങ്ങൾ പോളണ്ട് കുറപ്പിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പരമാവധി വലിയ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരോടും പറയുന്നു, സപ്പോസ് നിങ്ങൾക്ക് വിസ റിജക്റ്റ് ആയി എന്ന് വിചാരിക്കുക, ഈ നിങ്ങൾ പറഞ്ഞവരിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ 1% കാണുള്ളൂ. ബാക്കി എല്ലാവരും നിങ്ങളെ നല്ല ഊക്കും. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ്. എല്ലാവരും നല്ല ഊക്കും. നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള, നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവരോട് മാത്രം നിങ്ങൾ പോകുന്ന കാര്യം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഇപ്പോൾ ബാക്കി ആരോടും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. വിസ അടിച്ച് കിട്ടി കഴിഞ്ഞിട്ട് പറയാം. അതല്ലെങ്കിൽ വിസ അടിച്ച് കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ഇത് പറ്റിയത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ആകെ മൊത്തം മാറ്റിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. പിന്നത്തെ കേസ് എന്ന് പറയുന്നത്, പോളണ്ട് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് ആ ഒരു ഇതിൽ നിൽക്കുന്ന കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നല്ല കോഴ്സുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യുക. പാർട്ട് ടൈം ജോലിയുടെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയാൻ വന്നത്. പാർട്ട് ടൈം ജോലി നിങ്ങൾ ഒക്ടോബറിൽ വരുമ്പോൾ കിട്ടാൻ സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതകൾ കുറവാണ്, സ്വാഭാവികമായും കുറവാണ്. കാരണം എന്ന് പറയുന്നത് വിൻ്റർ ടൈമാണ് വരാൻ പോണത്. വിൻ്റർ ടൈമിൽ യൂറോപ്പ് മൊത്തം നോക്കുകയാണെങ്കിൽ തന്നെ സെയിൽസൊക്കെ ഒന്ന് ഡ്രോപ്പ് ആവുന്ന സമയമാണ്. ആൾക്കാർ ഈ നമ്മൾ തേനീച്ചയുടെ കാര്യം പറയില്ല, സമ്മറാകുമ്പോൾ നന്നായിട്ട് തേനെടുക്കാൻ കാര്യങ്ങൾക്കൊക്കെ പോകും. വിൻ്റർ ആകുമ്പോൾ പയ്യെ പറ്റുകൾ ഈ ബിഹൈവിൽ തന്നെ നിൽക്കുമെന്ന് പറയില്ല. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. വിൻ്റർ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒതുങ്ങും. പക്ഷേ അപ്പോഴും കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നാലും സമ്മറിന് വെച്ച് സെയിൽസ് ഡ്രോപ്പ് ചെയ്യുന്ന സമയമാണ് വിൻ്റർ. അപ്പോൾ പാർട്ട് ടൈം ജോലി കിട്ടാനായിട്ട് സാധ്യതകൾ കുറവാണ്. കിട്ടില്ല എന്നല്ല, നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിച്ചാൽ കിട്ടും. അപ്പോൾ അതാണ് ആ ഒരു കേസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. വരുമ്പോൾ തന്നെ പാർട്ട് ടൈം ജോലി കിട്ടത്തില്ല. അത്രയും നന്നായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി കിട്ടത്തുള്ളൂ. ഏത് ഏജൻസി എങ്ങനെയൊക്കെ മറിച്ചും തിരിച്ച് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നതാണ്, ഇവിടെ വന്ന് നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാൻ പറ്റുന്നു. നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ എന്തായാലും ജോലി ചെയ്യുക. പക്ഷെ നമുക്ക് ആ സമയം ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന ഫേമിലെ എംപ്ലോയർ തീരുമാനിക്കുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ അവൈലബിലിറ്റി കൊടുക്കാം, അവർക്ക് തീരുമാനിക്കാം. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ജോലി ചെയ്ത് കാലത്ത് 6 മണി തൊട്ട് 10 മണി വരെയാണ്. കാരണം ഞാൻ ഈ മാസം പരീക്ഷ കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഞാൻ വലിയ രീതിയിൽ ജോലിക്കൊന്നും പോയിട്ടില്ല. പക്ഷേ എനിക്ക് മാസം റെൻ്റ് അടയ്ക്കണം, എൻ്റെ കുറച്ച് ജീവിത ചെലവുകൾ കാര്യങ്ങളൊക്കെ ഓടിക്കണം. അതുകൊണ്ട് എനിക്ക് എങ്ങനെയും ഒരു 1500 ചവിട്ടി എത്തിച്ചാലേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം 2 ദിവസം ജോലി കൂടെ ഒറ്റ ദിവസം കൊണ്ട് പോയി. കാലത്ത് 6 to 10 16 മണിക്കൂർ സിമ്പിളായിട്ട് അങ്ങോട്ട് പോയി. കാരണം വേറെ ഓപ്ഷനില്ല. ഇവിടുത്തെ റെൻറ്റ്, അതേപോലെ ഫോൺ റീചാർജ്, ഇവിടുത്തെ ലോണ്ടറി പരിപാടികൾ, ഫുഡിൻ്റെ ഗ്രോസറി പരിപാടികൾ, അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെ വന്നാൽ എനിക്കൊരു 1500 തൊട്ട് 2000 തൊട്ട് കയ്യിൽ നിന്ന് എന്തായാലും പൊട്ടി പോകും. അപ്പോൾ അങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ എനിക്കിപ്പോൾ ആ ഒരു എംപ്ലോയർ ഓക്കെ ആയതുകൊണ്ട് മാത്രം പോസിബിൾ ആയതാണ്. നിങ്ങളോട് വരുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കിട്ടണമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. അധികം നാട്ടിനെ പ്ലാൻ ചെയ്ത് മറിച്ച് ഇങ്ങോട്ട് വരാതിരിക്കുക. അതായത് എങ്ങനെയൊക്കെ ജോലി കിട്ടാൻ വേണ്ടി അപ്രോച്ച് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുക. ജോലി കിട്ടി ഇത്രയൊക്കെ സമ്പാദിച്ചിട്ട് ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് വരുന്നതിന് മുന്നേ പ്ലാൻ ചെയ്യരുത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് പ്ലാൻ ചെയ്യുക. അവിടെ ലോങ് ടേം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് വെക്കേഷന് ഏതൊക്കെ വെയർ ഹൗസ് ആണോ നിങ്ങൾ പോകുന്ന സ്ഥലത്തുള്ളത് അതിനൊക്കെ കുറിച്ച് നല്ല രീതിയിൽ തപ്പാം. അവിടെ ഉള്ള സ്റ്റുഡൻസിനോട് തപ്പാം, എല്ലാവരോടും തപ്പാം. എന്നിട്ട് ജോലിക്ക് നിങ്ങൾ വരുമ്പോൾ നൈസായിട്ട് അപ്ലൈ ചെയ്യുക. ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു ജൂൺ മൊത്തം പരീക്ഷയാണ്, പരീക്ഷയുടെ അയ്യലുകളിയാണ്. ഇവിടെ പലരും പരീക്ഷയുടെ കാര്യം ചോദിക്കാറുണ്ട്. ഈ ചെറിയ കോഴ്സുകൾക്കൊന്നും വലിയ സീനൊന്നുമില്ല. എൻ്റെ കൂട്ടുകാരുടെ കാര്യത്തിന് പരീക്ഷയേ ഇല്ല. ആകപ്പാടെ ഉണ്ടായതൊരു MCQ ആണ്. അവൻ്റെ ആ ഒരു ഫുൾ സെമസ്റ്ററിൽ പരീക്ഷ ആയിട്ടുണ്ട്. 1-2 MCQ പരിപാടി കഴിഞ്ഞു. എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ പരീക്ഷയാണ്. റിട്ടേണും ഉണ്ട്, ഓറലും ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്.
അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. പാർട്ട് ടൈം ജോലിയുടെ കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചു. ഒക്ടോബറിൽ വരുമ്പോൾ പാർട്ട് ടൈം ജോലി കിട്ടാൻ കുറച്ച് പാടുണ്ട്, കാരണം സെയിൽസ് ഡ്രോപ്പ് ആവുന്ന ഒരു സമയമാണ്. 10 രൂപയ്ക്കാണ് കാര്യങ്ങൾ. സെയിൽസ് ഡ്രോപ്പ് ആവുന്ന സമയമാണ്. പിന്നെ എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് കുറേ പേര് ചോദിച്ചു. ഓഫ്ലൈനായിട്ടും ചെയ്യാം, ഓൺലൈനായിട്ടും ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓഫ്ലൈനായിട്ടും ചെയ്യാം. പിന്നെ ഒരു തവണ അപ്ലൈ ചെയ്ത് പോയി കിട്ടിയില്ല എന്നും പറഞ്ഞ് പിന്നെ ചെയ്യാണ്ടിരിക്കണം എന്നില്ല, കിട്ടുന്നത് വരെ ചെയ്യുക. ഓൺലൈനായിട്ട് ഏതൊക്കെ സൈറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ഡോർ, OLX ആണ് ഏറ്റവും nallതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. OLX.pl നമ്മുടെ വർക്ക് സ്പേസ് ഉണ്ട്, അതിനകത്ത് കയറി അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളുടെ റീജിയൻ കാര്യങ്ങൾ, അതേപോലെ ഏതൊക്കെ എത്ര ഏരിയയ്ക്കുള്ളിൽ വേണം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പരിപാടി നിങ്ങളുടെ ഒരു ചോയ്സ് നോക്കി നിങ്ങൾ കൊടുക്കുക. ചോയ്സ് നോക്കി എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. നല്ലൊരു CV ഉണ്ടാക്കാൻ നോക്കുക. നല്ലൊരു CV ക്യാൻവയിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ വെറുതെ ഒരു ഫോർമാറ്റ് അടിച്ചാൽ കിട്ടും, ഉണ്ടാക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യുക. അതിൻ്റെ തന്നെ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇവിടെയുള്ള കടകൾ പരിപാടികൾ എല്ലായിടത്തും പോവുക, കൊടുക്കുക. ഒരു തവണ കൊടുത്തു എന്ന് പറഞ്ഞ് പിന്നെ കൊടുക്കാതിരിക്കേണ്ട. നിങ്ങളെ അവർ ഫെമിലിയർ ആവണം വരെ കൊടുത്തു, ഒരു പ്രശ്നവുമില്ല. കാരണം എനിക്ക് റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടിയത് ഞാൻ ഒരു 5-10 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടാണ്. പിന്നെ കയറുമ്പോൾ നല്ല രീതിയിൽ തള്ളണം. തള്ളലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, എല്ലാവരും വിശ്വസിച്ച് പോകുന്ന തള്ളലുകൾ തള്ളാം. അപ്പോൾ അതാണ് അതിൻ്റെ കേസ്, ജോലിയുടെ കേസ്. വിൻ്ററിൽ വരുമ്പോൾ ജോലി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യുക. ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതിരിക്കുക. അതേപോലെ തന്നെ വരുമ്പോൾ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു 500, 100, 200, 300, 400, 600, 700 യൂറോ എങ്കിലും കയ്യിൽ കരുതുക. 700 അല്ലെങ്കിൽ ഒരു 1000 യൂറോ. ഞാൻ വന്നപ്പോൾ 800 യൂറോ കണ്ട് എടുത്തിരുന്നു. ഒരു 2 മാസം സുഖമായിട്ട് ഓടിയിരുന്നു. അത്രയും കയ്യിലെടുക്കുക. യൂറോ അല്ലെങ്കിൽ ഡോളറായിട്ട് INR കൊണ്ട് വരരുത്. വന്നാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ റേറ്റ് വളരെ കുറവായിരിക്കും. യൂറോ അല്ലെങ്കിൽ ഡോളർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാൻഡോറിലോ അല്ലെങ്കിൽ ഇപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങി എയർപോർട്ടിൽ തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എയർപോർട്ടിൽ മൊത്തം കൺവേർട്ട് ചെയ്യരുത്, റേറ്റ് ഇച്ചിരി കുറവാണ് അവിടെ. എയർപോർട്ടിൽ ഒരു ചെറിയ എമൗണ്ട് കൺവേർട്ട് ചെയ്യുക. ബാക്കി നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അത് അവിടെ എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ് എവിടെയെങ്കിലും താമസിക്കാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. അതേപോലെ തന്നെ വരുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം നോക്കുക, PESEL നമ്പറിൻ്റെ കാര്യം നോക്കുക. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോസ് ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി. നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യും, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു കണ്ടൻ്റ് ആണല്ലോ. അതാണ് അതിൻ്റെ കേസ്. പിന്നെന്താ ഇത്രയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. അതേപോലെ ഈ പറഞ്ഞ PESEL നമ്പർ, പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ട്രാം കാർഡ് എടുക്കുക. പിന്നെ ബസ്സിൽ ടിക്കറ്റിൽ അതൊന്നും യാത്ര ചെയ്യാൻ നിൽക്കരുത്. വരുന്നവർക്ക് വേണ്ടി പറയുന്നത് കേട്ടോ, അറിയാവുന്നവർക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇതിപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്ന് കയറി ചെയ്യാൻ പോകുന്നു, കാരണം ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ നല്ല സുന്ദരമായ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, ഫോളോ ചെയ്തിട്ട് അയക്കുക. അത് കാര്യം കഴിയുമ്പോൾ അൺഫോളോ ചെയ്ത് പോകണം, ചെറ്റത്തരം കാണിക്കാതിരിക്കുക. അപ്പം ശരി, ബൈ.